ഒരു 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ നിങ്ങളെ ലിംഗം വളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമല്ല. എല്ലാരും ലിംഗം സ്ട്രെയിറ്റ് ആണോന്നില്ല, ചെറിയ വളവൊക്കെ പക്കാ നോർമലാണ്. ഒരു 30 ഡിഗ്രിയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഡേഞ്ചർ ഒന്നുമല്ല. എന്നാൽ 40 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് പെയറോണീസ് ഡിസീസ് ആണ്. വളരെ കൃത്യമായിട്ട് കട്ടി കൂടിയ ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ കാരണം റഫ് ആയിട്ടുള്ള സെക്സ് ആവാം. അതൊരു 50 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ കട്ടി കൂടിയ ഗ്രോത്ത് ആയിട്ട് അത് മാറി. ചിലപ്പോൾ നമുക്ക് ഉദ്ധരിക്കുന്ന സമയത്ത് വേദന വരും, ഉദ്ധാരണം പെട്ടെന്ന് ഡൗൺ ആവാം, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാം. അതൊരു 60 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ബന്ധപ്പെടാനൊക്കെ ബുദ്ധിമുട്ടായി, ഉദ്ധാരണമൊക്കെ ഡൗൺ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇവിടെ വരെ വളരെ കൃത്യമായിട്ട് മെഡിസിനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് ഒരു 70 to 90 ഡിഗ്രി ആണെങ്കിൽ സിവിയർ ആയിട്ടുള്ള കേസാണ്. ഉദ്ധാരണം എന്ന് പറഞ്ഞ സംഗതിയെ നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ ഈ പറയുന്ന വാർണിംഗ് സൈൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് വളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ആണ്. ഉദ്ധരിക്കുന്ന സമയത്ത് വേദന വരിക, ഉദ്ധാരണം നഷ്ടപ്പെടുക, അതുപോലെ തന്നെ നമ്മൾ തൊട്ടുനോക്കുന്ന സമയത്ത് തടിപ്പ് ഫീൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കണ്ട ഡേഞ്ചർ ആണ്. ഒരു ഡോക്ടറുടെ സഹായം ഇമ്മീഡിയറ്റ് ആയിട്ട് നേടേണ്ടതാണ്.